പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം കേട്ടോ. ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയത്, ഈശോ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് നമുക്ക് നൽകിയത്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ആശംസിച്ചതുമായ ഒരു വാക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതേത് വാക്കാന്ന് പറയാമോ? നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കിനെ കുറിച്ചാണ് ഞാൻ പറയും. കാരണം നമ്മൾ ഈശോ ജനിച്ചപ്പോൾ എന്താ, മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ ഗിരിപ്രഭാഷണത്തിലോ നമുക്ക് പറയണമെന്നുണ്ട്, എന്താ പറയുന്നേ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14:27. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അതാര് നൽകുന്നത് പോലെയല്ല, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം? അസ്വസ്ഥമാകുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. രണ്ട് കാര്യം ചെയ്യാൻ പാടില്ല. ഈശോ നമുക്ക് സമാധാനം തന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഈശോ ആശംസിച്ചത് എവിടെയാ? യോഹന്നാൻ്റെ സുവിശേഷം 20:19. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനം. ഈശോ അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. അപ്പോൾ എന്താണ് സമാധാനം എന്ന് പറയുന്നത്? ശാലോം എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയുക, ശാലോം എന്ന്. ഹീബ്രു ഭാഷയിൽ പറയുന്നത്, ഹീബ്രുവിൽ ശാലോം, ഗ്രീക്കിൽ അത് ഐറിൻ എന്നുമാണ് വാക്കാണ്. ഇത് നമ്മുടെ POCയുടെ ബൈബിള് എടുത്തു കഴിഞ്ഞാൽ ഇത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 100-ലേറെ പ്രാവശ്യം ഈ വാക്ക് സമാധാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് വേറെയുള്ള ബൈബിളുകളിൽ സമാധാനം കുറേ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്, കാരണം വാക്കുകളിലെ വ്യത്യാസം അനുസരിച്ച്. വിശുദ്ധ തോമസ് അക്വിനാസ് സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഒരു നിർവചനം നമുക്ക് കേൾക്കാം. നീതിയുടെ അനന്തരഫലവും പ്രാവർത്തികമാക്കപ്പെട്ട സ്നേഹത്തിൻ്റെ അടയാളവുമാണ് സമാധാനം. സ്വർഗവും ഭൂമിയും അനുരഞ്ജിപ്പിച്ച ക്രിസ്തുവിലുള്ള സമർപ്പണത്തിൻ്റെ പ്രതിച്ഛായയാണ് സമാധാനം എന്നാണ് വിശുദ്ധ അക്വിനാസ് പറയുന്നത്. നമുക്കൊക്കെ ചിന്തിക്കുക എന്താ, യുദ്ധമില്ലാത്ത അവസ്ഥയാണ് സമാധാനം എന്നാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ? ഇപ്പം നമ്മളെല്ലാവരും ഒരുവിധം പേരും അസ്വസ്ഥരാണ്. എന്താണ്? യുദ്ധഭീതിയിലാണ്. നമുക്കൊന്നും സമാധാനമില്ലാത്ത ഒരവസ്ഥ. എന്നാൽ യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, യേശു ഭൂമിയിലേക്ക് വന്നതും ഈശോ തന്നതും ഒക്കെ ഈ സമാധാനം ഒരു ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ഒരു ആന്തരിക സമാധാനമാണ് യേശു നമുക്ക് തന്നെ. യേശു തന്ന സമാധാനം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതൊരു ചലനാത്മകമാണ്. അതുകൊണ്ട് ഈശോ പറയുന്നത്, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ സമാധാനം തരുന്നത്. എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ആന്തരിക സമാധാനമാണ്, അത് ചലനാത്മകമാണ്, അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സമാധാനം ചലനാത്മകവുമാണ്, അത് മറ്റുള്ളവരിൽ നല്ല ബോധ്യങ്ങൾ ജലിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് എങ്ങനെയാ? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അപ്പം നമ്മളിപ്പം നമ്മുടെ ഉള്ളിൽ ഏത് സമാധാനമാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ടോ, അതോ ലോകത്തിൻ്റെ സമാധാനമാണ്? ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നശ്വരമാണ്, പെട്ടെന്ന് കഴിയും. നമ്മൾ സമാധാനം തേടി പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ടല്ലേ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ സമാധാനം തേടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോകുന്നത്, ഇല്ലേ? നമ്മൾ വാരഫലം നോക്കുന്നു, അല്ലെങ്കിൽ ജാതകം എഴുതിക്കുന്നു. നാളെ എന്താ സംഭവിക്കുക? എനിക്കിപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ്. ഞാൻ എവിടെയൊക്കെ പോയിട്ടാണ്, എന്തെല്ലാം ചെയ്താലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം സംഭവിക്കുക, എനിക്കൊരു നേട്ടം ഉണ്ടാകുക, എനിക്കൊരു പുരോഗതി ഉണ്ടാകുക, എൻ്റെ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം എന്താണ് എന്ന് അലഞ്ഞു തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സമാധാനം തേടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുറേ സ്ഥലങ്ങളിലേക്ക് ഓടി നടന്നതുകൊണ്ട് സമാധാനം കിട്ടുകയില്ല എന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാനൊരു കൊച്ചനുഭവം പറയാം. 2012 എൻ്റെ കാലിൽ ഒരു ട്യൂമർ വന്നിരുന്നു. എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമറിൻ്റെ
MRI റിപ്പോർട്ട്, CT റിപ്പോർട്ടൊക്കെ അത് ഒരു സൈനോബിയൽ സാർക്കോമ, ഇത് ക്യാൻസർ ആണെന്നായിരുന്നു റിപ്പോർട്ട്. അപ്പം അന്ന് 2012 ഒക്ടോബർ 11 എനിക്ക് സർജറി പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അന്ന് എൻ്റെ സ്ഥാപക താതൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ചിൻ്റെ പെരുന്നാളാണ് ഒക്ടോബർ 13. അപ്പം ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ആ ഒക്ടോബർ 13 ശേഷം അല്ലെങ്കിൽ 15 ശേഷം സർജറി മതി എന്ന രീതിയിൽ ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ എന്നിട്ട് എൻ്റെ സ്ഥാപക താതൻ്റെ നൊവേന ചൊല്ലി, എനിക്ക് ഈ സർജറി ഒന്ന് ഒഴിവായി കിട്ടണം, അല്ലെങ്കിൽ ഇത് ഞാൻ CT/MRIയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം സൈനോബിയൽ സാർക്കോമയൊക്കെ എന്താണെന്നറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വെച്ച് എന്നോട് പറഞ്ഞു, സിസ്റ്റർ നമുക്കൊരു കാര്യം ചെയ്യാം, ബയോപ്സി ചെയ്ത് നോക്കാം. അപ്പം ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻറ്റ് റിപ്പോർട്ട് വരികയാണ്, ഗെയിൻ സെൽ ട്യൂമർ, GCT ട്യൂമർ എന്ന് പറഞ്ഞ റിപ്പോർട്ട്. അപ്പം ഡോക്ടർ എന്നോട് വന്ന് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, സിസ്റ്റർ ശാസ്ത്രത്തിൻ്റെ അല്ല ദൈവത്തിൻ്റെയാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു 2012 സർജറി വേണ്ടാന്ന് വെച്ചു. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു, ഈ ട്യൂമർ വലുതായി വന്നാൽ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, കാല് മുറിച്ച് മാറ്റണം. അപ്പോൾ മുട്ടിൻ്റെ മേലേന്ന് കാല് മാറ്റും, അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് അത് ആംപുട്ടേഷനാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, ഞാനങ്ങനെ നടന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഡോക്ടേഴ്സൊക്കെ സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അമല മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ ഡൊമിനിക് പുത്തൂർ, ഓർത്തോപീഡിക് ക്യാൻസർ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, സിസ്റ്റർ ഇത് സിസ്റ്റർ ഞങ്ങളുടെ അല്ല, അതായത് ശാസ്ത്രത്തിൻ്റെ അല്ല ദൈവത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ 2012 മുതൽ ഇങ്ങനെ നടന്നു. 2024 ആയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞോണം നമ്മൾ ഈ സാധ്യതകൾ ഉണ്ടായാലും ഉപയോഗിക്കാതിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 2024 ആയപ്പോഴത്തേക്ക് എൻ്റെ കാലിന് ഒട്ടും നടക്കാൻ പറ്റണ്ടായി. ഞാൻ മുന്നോട്ട് ഒരു 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ എനിക്ക് കാല് വലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ഡോക്ടർ 2012 എന്നോട് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാല് മുറിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, കാരണം 12 വർഷം ഞാൻ ഒരുങ്ങിയതല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് 2012 ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കോൺവെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പം മനസ്സിൽ എത്രയൊക്കെ ആയാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ 12 വർഷത്തിൻ്റെ ഉള്ളിൽ അധികാരികളുടെ അനുവാദം വാങ്ങി ഒരു സൈക്കോളജിയൊക്കെ പഠിച്ചു, കൗൺസിലിങ്ങൊക്കെ പഠിച്ചു. കാരണം കാല് മുറിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയൊരു ജോലി അതാണല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ചെയ്തിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ 2020 ഡോക്ടറെ കണ്ടു. ഡോക്ടർ അടുത്ത ആഴ്ച സർജറി പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മാർച്ച് 11. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈശ്വര അടുത്തിരുന്ന് ഇങ്ങനെ ശരിക്കും നമുക്കറിയാമല്ലോ, 1.5 കാലിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ട് മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാനിയേലച്ചൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുകയാണ്. അച്ഛൻ പറയാണ്, നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിക്കുക, സങ്കീർത്തനങ്ങൾ 1 തൊട്ട് 109 വരെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പോൾ അച്ഛനോടൊരു സ്ത്രീ വിളിച്ച് ചോദിക്കുന്നൊരു എക്സാമ്പിളൊക്കെ അച്ഛനത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ആലോചിച്ചു, ശരിയല്ലേ, കുറച്ച് ആത്മീയ അനുഗ്രഹം ഇല്ലെങ്കിൽ കാല് മുറിച്ചിട്ടിരുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഞാനും സങ്കീർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ, നല്ല ബാക്ക് പെയിനാണ്, കഴുത്തോട്ട് തലവരെ മുട്ടിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്കൊന്നും ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഒരു 2ാം നിലയിലേക്കൊക്കെ ഒന്ന് കയറണോ അല്ലെങ്കിൽ മുകളിലേക്കൊക്കെ കയറണം, കോണിയൊന്നും കയറാൻ പറ്റാത്ത സ്റ്റേജിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കീർത്തനങ്ങൾ വായിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഒരു 85ാമത്തെ സങ്കീർത്തനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ 85 എത്തിയിട്ടുള്ളൂ. അപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിച്ചു തീർക്കാൻ വേണ്ടി ആരും സങ്കീർത്തനങ്ങൾ വായിക്കരുത്. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് അനുഭവിച്ച് പ്രാർത്ഥിക്കണം, സ്തുതിക്കണം. അത് വായിക്കുന്നത് നിങ്ങളതിൽ ഇൻവോൾവായിട്ട് വേണം. അപ്പോൾ ഞാനത് കേട്ടിട്ട് തന്നെയാണ് ഞാനും വായിച്ചിരുന്നത്. ഞാൻ വളരെ കരയേണ്ടടുത്ത് കരഞ്ഞും അനുദപിക്കേണ്ടടുത്ത് അനുദപിച്ചും പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കേണ്ടതുമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയില്ലേ. 5-8 ദിവസം കൊണ്ട് 8-10 ദിവസം കൊണ്ടാണ് ഞാൻ ഒരു 85 വരെ എത്തുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ DBSLസിൽ ഞാനിങ്ങനെ കൗൺസിലിങ്ങിന് പോകണ്ടേ. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് കൗൺസിലിങ്ങിന് പോയി. ഞാൻ എൻ്റെ ബാഗും എടുത്ത് റൂമിലെത്തിയപ്പോൾ എനിക്ക് ഞാനെങ്ങനെയാണ് വന്നത്? സാധാരണഗതിയിൽ എൻ്റെ ബാഗും കൊണ്ട് ആരെങ്കിലും വേണം പോകാറ്, പക്ഷേ അവിടെ എത്തിയല്ലോ. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചേ? അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും വായിച്ചു. ബാക്ക് പെയിൻ പോയി എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായി. ഞാൻ പിറ്റേ ദിവസം ഞാൻ MRI ചെയ്യാൻ വേണ്ടിയിട്ട് അമലയിലേക്ക് പോവുകയാണ്. പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ അവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന ഒരു കുട്ടി എൻ്റെ മുമ്പിൽ വന്നു. അവനൊരു +2 പഠിക്കുന്ന കുട്ടിയാണ്. അവന് വേണ്ടി വചനം എടുത്തപ്പം വചനം പറഞ്ഞത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, എന്താടാ മോനെ നിനക്കിത്ര നിരാശ? അപ്പം പെട്ടെന്ന് അവൻ എൻ്റെ
തൊപ്പി മാറ്റിയിട്ട് പറഞ്ഞു അവന് ക്യാൻസറാണ്. പറഞ്ഞു സിസ്റ്റർ ഈ അവസ്ഥയിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലായിരുന്നു എന്നാണ് അവൻ തന്ന മറുപടി. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു വചനമാണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെ വായന. അന്നത്തെ വായന രക്തസ്രാവക്കാരി സ്ത്രീയുടെ വായനയാണ്. അപ്പം ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സിസ്റ്റർ ഉണ്ടല്ലോ, ഇനി ഇവിടെ കൗൺസിലിങ്ങിനൊന്നും വരില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ കൗൺസിലിങ്ങിന് പോകുന്നതാണ്. പറഞ്ഞു ഞാൻ ഇനി കൗൺസിലിങ്ങിന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എൻ്റെ കാല് മുറിക്കൂടാ. അപ്പോൾ അവനോട് ചോദിച്ചു സിസ്റ്റർ ഇങ്ങനെ ചിരിച്ചിട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഞാൻ പറയടാ നമുക്കിപ്പോൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ കാല് മുറിക്കും, ഞാൻ പിന്നെ ഈ DBCLC നല്ല ഒരു സ്ഥലത്തേക്കും വരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എടാ മോനെ ഒരു കാര്യം ഉണ്ടടാ. ആ സെക്കൻഡിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ, ഞാൻ മുന്നേ ഒന്നും ആലോചിച്ചതെന്നല്ല. പണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ അത്രയും ഞാൻ അമ്മ പറയുന്നു അത്ര കാര്യമായിട്ട് അന്നും ഇന്നും നമ്മൾ എടുക്കാറില്ലല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു തന്നു, പക്ഷേ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു എടാ ഇന്നത്തെ വായന രക്തസ്രാവക്കാരി സ്ത്രീയുടെ വായനയടാ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് 12 മണിക്കാണല്ലോ കുർബാന. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പെണ്ണ് പോയിട്ട് തുണിയിൽ തൊട്ടിട്ട് സൗഖ്യം മേടിച്ചെങ്കിൽ നമുക്ക് പോയി ഹൃദയത്തിൽ തൊട്ട് സൗഖ്യം മേടിച്ചുകൂടാ? നീയും മേടിച്ചോ ഞാനും മേടിക്കാം, അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ കുർബാനയ്ക്ക് ചെല്ലേ പോയി. അവിടെ ചെന്നു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞു. കുർബാനയുടെ സമയത്തൊക്കെ നമുക്കറിയാമല്ലോ മനസ്സ് വേദനിച്ചിട്ടാണ് കുർബാനയിൽ, അപ്പം ഫുൾ ഇൻവോൾവാണ് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ആ പയ്യനോട് എനിക്കൊന്ന് പറയണം, നീ എന്നെ ഒന്ന് തൊട്ടൂന്ന് അവനോട് എനിക്കൊന്ന് പറയണം, അതുകൊണ്ട് നീ എന്നെ ഒന്ന് തൊട്ടോളൂ. അപ്പോൾ എൻ്റെ സ്ഥാപകനാഥനോട് ഞാൻ മധ്യസ്ഥം വെച്ചിട്ടുണ്ട്, എൻ്റെ അഗസ്റ്റിൻ വെച്ചാൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കേട്ടോ, ഈശോയെ ഒന്ന് തൊട്ടൂന്നൊന്ന് പറയിപ്പിക്കണേ. എന്തിനാ? ആ പയ്യനോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ തിരിച്ചു കയറി കൗൺസിലിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ മറന്നുപോയി, അവനും പറഞ്ഞു. കാരണം എനിക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിൽ എത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവനും പോയി ഞാനും പോയി. ഞാൻ അമ്പലയിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ അവനോട് ചോദിച്ചു സിസ്റ്ററെ അന്ന് വന്നപ്പോൾ ഇതുകൊണ്ട് വലിഞ്ഞു കുത്തിയിട്ടാണല്ലോ വന്നത്, ഇന്നെന്താ ഓടിപ്പിടിച്ച് വന്നേക്കണേ? അപ്പം ഞാൻ പറഞ്ഞു നീ എനിക്ക് സ്പൈനൊന്നും ചെയ്യണ്ട, സ്പൈൻ ഒട്ടും ചെയ്യണ്ട, എനിക്ക് ആകെ ചെയ്യേണ്ട മുട്ട ഒന്ന് ചെയ്താൽ മതി, ആ ട്യൂമറിൻ്റെ ഒന്ന് ചെയ്താൽ മതി, അത് ഏറ്റവും വില കുറഞ്ഞത് മാത്രം ചെയ്താൽ. എൻ്റെ അധികാരികളുടെ കയ്യിൽ നിന്ന് ഞാൻ 14,000 രൂപ വാങ്ങിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ പോകുന്നത്, അത്ര MRI ചാർജ് അത്രയേ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഒരു 1,500 ഉണ്ട്. ഞാൻ പറഞ്ഞു അത് ചെയ്യും. 1,500 MRI ചെയ്തിരിച്ചെന്ന് ക്വസ്റ്റ്യനോട് ചോദിച്ചത് സിസ്റ്ററെ കാല് മാറിയോ? ഇല്ല കാല് മാറിയിട്ടില്ല. അപ്പോൾ ആ സാധനം അവിടെ കാണാനില്ലല്ലോ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോ എന്നെ തൊട്ടു. സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ 150 സങ്കീർത്തനം കഴിഞ്ഞതോടെ എൻ്റെ എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന എൻ്റെ ബാക്ക് പെയിന് ഇപ്പം ഞങ്ങൾക്കറിയാം, ഞാൻ ഇതിലൂടെയൊക്കെ ഓടി നടക്കുക എല്ലാം ചെയ്യാം. എന്നോട് ഡോക്ടർ ഡൊമിനിക്ക് റിസൾട്ട് കാണിച്ചപ്പോൾ സാറിനോട് പറഞ്ഞൊരു വാക്ക്, സിസ്റ്ററെ ഇത് അത്ഭുതമാണ്, ഈ മിറക്കൾ എവിടെ വേണമെങ്കിലും സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തിക്കോ. ശാസ്ത്രത്തിൽ ഇന്ന് വരെയും GCT ട്യൂമർ ഇങ്ങനെ പോയിട്ടില്ല. ഒരു ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലുതായി അത് ആംബുട്ടേഷനിലേക്കോ അത് ടോട്ടൽ റിമൂവ് ആണ് അതിനുള്ള റെമഡി ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങളോടിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകൾ കയ്യിലിരിക്കുന്നുണ്ട്. ഞാൻ 12 വർഷം അതും കൊണ്ട് നടന്നു. ഈ വേദനയും പിടിച്ച് ഇത് ആകുലതപ്പെട്ട് അസമാധാനത്തിൽപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കാല് മുറിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കാര്യങ്ങളിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കാല് 1.5 കാലം നടക്കേണ്ടി വരും എന്നൊരു ചിന്തൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വചനം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും സ്വീകരിക്കുന്ന കുർബാനയിൽ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ 12 വർഷം അസ്വസ്ഥപ്പെട്ട് നടക്കേണ്ടി വരില്ലായിരുന്നു. ആ രക്തസ്രാവക്കാരി സ്ത്രീ ചെയ്തതെന്താ? അവൾ അത്രമാത്രം ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നിന്ന് അവൾ ഓടി വന്നിട്ട് റിസ്ക് എടുത്തിട്ടാണ് ഈശോയെ പോയി വസ്ത്രത്തിലൊന്ന് തൊട്ടത്. നമുക്കിന്ന് ഈശോയെ തൊടാനായിട്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഒരു റിസ്ക്കും ഇല്ല. നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ആ ഈശോയെ നാവിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിക്കുന്നതിലൂടെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുകൂടെയും ഒന്നും തമാശല്ല. നമ്മളെപ്പോഴും അസ്വസ്ഥരായിട്ട് അവിടെ ജാതകം നോക്കാൻ അല്ലെങ്കിൽ ഇവിടേക്ക് പോയി ആ അമ്പലത്തിൽ പോയി, ഞാനിത് പറയണത് ഞാൻ കൗൺസിലിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. പലരും സമാധാനം തേടി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതായിട്ട് എനിക്കറിയാം. ഒരിക്കൽ ഒരു കുട്ടിയുടെ രോഗാവസ്ഥയുണ്ട്. ഞാൻ തൃശ്ശൂരായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് രോഗാവസ്ഥയാണ്. ആ പേരൻസ് പോയത് എവിടേക്കാണെന്നറിയോ? ആദ്യം അയാൾ ആ അപ്പച്ചൻ തന്നെ എന്നോട് പറയുന്നത് സിസ്റ്റർ ഈ മുറിവ് ഉണങ്ങുന്നില്ല. അപ്പം ഞങ്ങൾ ആദ്യം മുസ്ലിയാരുടെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ പോയി. ഇവിടേക്കൊന്നും ശക്തിയില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നും ശക്തിയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തി. കാരണം അത്രമാത്രം പൈസ മുടക്കി എല്ലായിടത്തും പോയിട്ടും ആ രോഗം മാറിയില്ല. ഈശോ, ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി നമുക്ക് ഈശോയിലേക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കാതെ
അത് നടക്കില്ല. അതുകൊണ്ട് നമുക്കറിയാലോ, അച്ഛനെന്ന് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളോടല്ലേ, നമ്മൾ ആ ഉടമ്പടി, ആ ബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പുനരുദ്ധരിച്ചതിന് ശേഷമേ നമുക്കതിലേക്ക് അനുഗ്രഹങ്ങൾ വരുവുള്ളൂ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളുടെ ഒരു ചോരാമഴയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വർഷിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മുടെ രൂപതയിൽ കരുണയുടെ വർഷം കവാടം തുറക്കുന്നതിനെക്കുറിച്ച് പിതാവ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൽ പിതാവ് പറഞ്ഞൊരു കാര്യം, ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിതാവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ വർഷം തീരുന്നോണം വരെ ഫ്രാൻസിസ് പുണ്യാളൻ്റെ സമാധാനത്തിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ ഒരു അനിയനുണ്ട്, അവൻ സെമിനാരിൽ പോയ 20 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രാർത്ഥന എൻ്റെ കൂടെ തന്നതാണ്. ഞാനത് കാര്യമായിട്ടൊന്നും ചൊല്ലിയിരുന്നില്ല. പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രാർത്ഥന എടുത്ത് ചൊല്ലി. ഇന്നലെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ഞാനിങ്ങനെ പ്രസംഗിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം പരിശുദ്ധമ്മയുടെ കരുണയുടെ സന്ദേശത്തിൻ്റെ പുസ്തകം എടുത്തപ്പോൾ അതിൽ അമ്മ പറഞ്ഞത് ഇതാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആന്തരിക നിശബ്ദതയാണ് സമാധാനം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആന്തരിക നിശബ്ദത, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആന്തരിക നിശബ്ദതയൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, സമാധാനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പുറപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആന്തരിക നിശബ്ദതയില്ല. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ, ഈ ആന്തരിക നിശബ്ദതയ്ക്ക് ഇനി ഞാൻ എങ്ങനെ പോകും? ഈ സമാധാനത്തിലേക്ക് കടന്നു വരണമല്ലോ. എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടെ തോന്നിയത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ്. ഈ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പഠിച്ച് ജീവിച്ച ഒരു വിശുദ്ധനാണ്. മരിച്ചിട്ട് 800 വർഷമേ. അദ്ദേഹം നമുക്ക് തന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, അത് നമുക്ക് സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് ആ പ്രാർത്ഥനയിലുണ്ട്. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം കൊടുക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരി, എൻ്റെ ദൈവമേ, നമുക്കറിയാലോ, വിദ്വേഷത്തിൻ്റെ കൊടുങ്കുടികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, വിദ്വേഷമുള്ളിടത്ത് സ്നേഹം കൊടുക്കണം, ദ്രോഹിക്കുന്നിടത്ത് ക്ഷമ കൊടുക്കണം, സന്ദേഹമുള്ളിടത്ത്, വിശ്വാസമില്ല എന്ന് തോന്നുന്നിടത്തൊക്കെ നമുക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ, നിരാശയുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയുള്ളവരാകണം. അതുപോലെ തന്നെ അന്ധകാരമാണ്, അതായത് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടക്കുമ്പോഴാണ് അന്ധകാരം വരുന്നത്. അവിടേക്ക് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുഗമിക്കണം. അതുപോലെ തന്നെ സന്താപം, ദുഃഖിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ക്രിസ്തു ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ദുഃഖിക്കുന്നവരെ നമ്മൾ ദുഃഖിക്കുമ്പോഴൊക്കെ സന്തോഷം പകർന്നു. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വിദ്വേഷം ഒരു തരി പോലും നമ്മുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആന്തരിക നിശബ്ദത അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വിജയിച്ചു. കാരണം പരിശുദ്ധമ്മ പറഞ്ഞത് അതാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആന്തരിക നിശബ്ദത നിനക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നീ സമാധാനത്തിലാണ്. ആ ഒരു ആന്തരിക നിശബ്ദത നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ കടന്നു വരിക. നമുക്ക് നമ്മളിൽ തന്നെ സമാധാനം ഉണ്ടാക്കണം. ലോകത്ത് ഓടിപ്പോയിട്ട് ഒരു സമാധാനവും കിട്ടുകയില്ല. ലോകത്തെ സമാധാനങ്ങൾ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം ദൈവം തരുന്ന ഒരു സമാധാനമാണെങ്കിൽ മാത്രമേ അത് നിലനിന്ന് പോകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങി വരണം. എന്നും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടോ എന്നും വിശുദ്ധ ബൈബിള് വായിച്ചത് കൊണ്ടോ അല്ല, നമ്മളിൽ ഈ വക കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് സമാധാനമുണ്ട്. ഒരു കടുകുമണിക്ക് പോലും ആരോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഒരാളെപ്പോലും നമുക്ക് മാറ്റി നിർത്താതെ, ഒരാളെപ്പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു നിർത്താതെയൊക്കെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവർ പല വിധത്തിൽ നമ്മളെ ദ്രോഹിക്കും അല്ലേ? വലിയ വലിയ കാര്യങ്ങളായിട്ട് ദ്രോഹിക്കണമെന്നില്ല. ചില വാക്കുകളിലൂടെ, ചില നോട്ടത്തിലൂടെ ഒക്കെ ആയിരിക്കാം ചില ദ്രോഹങ്ങളൊക്കെ കടന്നു വരുന്നത്. നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്കിലൂടെ ചിലപ്പം അവരുടെ മനസ്സ് മുഴുവനും ജീവിതം മുഴുവനും അതിലൂടെ പോകുന്ന വാക്കുകളുമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വാക്ക്, വിദ്വേഷം, അതുപോലെ ശത്രുത, നമ്മൾക്കൊക്കെ അറിയാമല്ലോ ശത്രുത എത്രമാത്രം ഉണ്ടെന്ന്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമെങ്കിലും ആരെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അവരോട് നമുക്ക് ശത്രുതയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാധ്യസ്ഥം തേടാൻ പറ്റണം. വിശുദ്ധ ഫ്രാൻസിസിനോട് പറയണം, വിശുദ്ധ ഫ്രാൻസിസെ, നീ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമായി തീർന്നോലെ തമ്പുരാൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുമോ? ഓരോ കുർബാനയിൽ കുമ്പസാരത്തിലോ ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ?
എനിക്ക് വിഷമമുണ്ടോ, ദേഷ്യമുണ്ടോ, എന്താ പറയുക, രോഗമുണ്ടോ, വിശ്വാസക്കുറവുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ച് എനിക്ക് തന്നെ എന്നിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി സമാധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ സമാധാനമൊക്കെ അവനവൻ ഉണ്ടാക്കണം. എത്രയോ സത്യം. വെറും ഹൈന്ദവ ചേച്ചി, ഒരു ഭജനവും വായിച്ചും പഠിച്ചിട്ടൊന്നുമല്ല, ആ ചേച്ചി പറഞ്ഞ വാക്കാണ്. സമാധാനമൊക്കെ അവരവർ സ്വന്തമായിട്ടുണ്ടാക്കണം. സത്യമാണ്, സമാധാനം നമുക്ക് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. പക്ഷേ ദൈവം സൗജന്യമായിട്ട് ആ ദാനം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് സ്വീകരിക്കുന്നില്ല. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ സമാധാനം തന്നിട്ട് പോന്നു എന്ന് മാത്രമാണോ? ഓരോ കുർബാനയിലും നമുക്കറിയാം പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ, സമാധാനം നമ്മോടുകൂടെ എന്നിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു കുട്ടി അവിടെ നിന്ന് വിളിച്ച് പറയല്ലേ, അതൊരു മാലാഖിയെ വിളിച്ച് പറയുന്നേ, പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്, ഈശോ ഇവിടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും നമുക്ക് ആ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇല്ല. എന്താ ഈ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണേന്ന് ചിലപ്പോൾ ചിന്തിക്കും അല്ലേ. ചിലപ്പോൾ അവനും മറന്നു പോകും പറയാനായിട്ട്. ഇപ്പം നമുക്കിവിടെ അറിയാം, നമ്മുടെ ഇവിടെ എന്നും സമാധാനം പറയുന്നൊരു ആളിവിടെ ഉണ്ടല്ലേ, നമ്മുടെ ജെയിംസ് ചേട്ടൻ എല്ലാ കുർബാനയുടെ സമയത്തും പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം എന്ന് പറയും. അപ്പം നമ്മൾ ആ പ്രാർത്ഥിക്കാൻ സമാധാനം കേൾക്കുമ്പോൾ ഉടനടി നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നിട്ട്, ഈശോയെ എന്നിൽ സമാധാനമില്ലെങ്കിൽ എനിക്ക് സമാധാനം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ ലോകത്തിൽ സമാധാനം തേടി ഒരിക്കലും പോകരുത്. നമുക്ക് ഈ സമാധാനം അനുഭവിക്കുന്നതിൽ എങ്ങനെയാണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ, കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്, വചനത്തിൽ ഈശോ ഉണ്ട്, ജപമാല ചൊല്ലുന്ന ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ഈശോ പറയുന്നത് യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട. റോമ 5:1 എന്താ പറയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവമായ സമാധാനത്തിലായിരിക്കാം. നമുക്ക് ദൈവമായിട്ടൊരു സമാധാനത്തിലായാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വാഗ്ദാനമുണ്ട് ഈശോയുടെ. എന്താ ഈശോ തന്ന വാഗ്ദാനം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. അതായത് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു ഒരു കാര്യം തന്നിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞത് എന്താ? സമാധാനമാണ് തന്നിട്ട് പോയത്. ഈശോ നമുക്ക് തന്നിട്ട് പോയത് സമാധാനം മാത്രമേ ഉള്ളൂ. 14:24 ഈശോ നമ്മുടെ നീ എടുത്തോ എന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടാണോ പോയത്. പക്ഷേ അത് നമ്മൾ എടുത്തിട്ടില്ല, ഇതുവരെ അത് വാങ്ങിച്ചിട്ടില്ല ഇല്ലേ. ഈശോ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ നിൽക്കണ്ട, നമ്മുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഈശോ സമാധാനം പിടിച്ച് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. നിങ്ങളൊന്ന് കണ്ണ് തുറന്നേ, വിശ്വാസത്തോടെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ ഈശോ ഇങ്ങനെ സമാധാനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമാധാനം ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ സമാധാനം നമ്മൾ മേടിക്കണം കേട്ടോ. മേടിക്കാനുള്ള തടസ്സങ്ങളാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. ആ തടസ്സങ്ങളൊന്നുമാക്കുക. പിന്നെ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സമാധാനത്തിൽ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ വിശുദ്ധ കൊത്തരേസ്യ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പ്രാർത്ഥനയെക്കുറിച്ച് ഈശോയുടെ മുമ്പിൽ ഒന്ന് വാവിട്ട് കരഞ്ഞാൽ മതി, അത് പ്രാർത്ഥനയാണ്. വലിയ എഴുതി പിടിച്ച ഒത്തിരി വലിയ പാത്രത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഈശോയുടെ മുമ്പിൽ ഇവിടെ ഒന്ന് വാവിട്ട് കരഞ്ഞാൽ മതി. കാരണം അമ്മമാരുടെ മുമ്പിൽ വന്ന് കൊച്ചുങ്ങൾ വാവിട്ട് കരഞ്ഞാൽ എന്തിനാ കൊച്ചു കരയുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ അമ്മ ത്രേസ്യ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചോ, സ്നേഹിതരോട് കൂടിയിരുന്ന സ്നേഹിതർ തമ്മിൽ 2 നല്ല ഉത്തമ സുഹൃത്തുക്കൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വല്ല ഭാഷയും ഗ്രാമറൊക്കെ നോക്കിയിട്ടാണോ പറയുന്നത്? അതേപോലെ നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ, ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറുക. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റണം. എങ്ങനെ എനിക്ക് സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തുക? ഞാൻ സമാധാനമുള്ള വ്യക്തിയാണോ? എനിക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് പറ്റണം. പിന്നെ ഇത് പറയുന്നത് പരിശീലിക്കണമെന്നാണ്. ഫിലിപ്പി 4:9 പറയുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരിശീലിക്കാൻ പറ്റണം. എനിക്ക് സമാധാനത്തിലൂടെ മുന്നോട്ട് പോകണം, എനിക്ക് സമാധാനം വേണം എന്നൊരു ചിന്ത വേണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. എന്നിലുള്ളതേ മറ്റുള്ളവർക്ക് പറ്റുള്ളൂ. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുക. അപ്പം ഹൃദയത്തിൽ എന്തുണ്ടാക്കണം? സമാധാനം എവിടെ നിന്നാണ് കിട്ടുക? ഇത്ര നേരം ഞാൻ പറഞ്ഞത് വെറുതെയായ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോടല്ല ഈശോയുടെ അവർ ഈശോയുടെ അടുത്ത് ചോദിക്കാൻ പോലും പോകണ്ട. ഈശോ പിടിച്ചോണ്ട് നിൽക്കണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞു. ഈശോ തന്നിട്ടുണ്ട്. തരാനായിട്ട് നിൽക്കുന്ന പോലെ നമ്മൾ മേടിച്ചിട്ടില്ല ഇതുവരെയും അല്ലേ. ഇപ്പോൾ 1 കോടി രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നേനല്ലേ പച്ചപ്പാടം വേളമായിട്ട് പോയേനെ. ആ 1 കോടി രൂപ കൈ പിടിച്ചുകൊണ്ടിരുന്നാലും സമാധാനമില്ലെങ്കിലോ ഉറങ്ങാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ 1 കോടി ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലൊരു സമാധാനമുണ്ടായാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു സമാധാനം മാത്രമാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സമാധാനത്തിന്, സന്തോഷത്തിന്. ദൈവവുമായിട്ടൊരു സമാധാനം നമുക്ക് ഉണ്ടാക്കണം. ദൈവത്തോട് നമുക്ക് അതായത് ദൈവം തരുന്ന സമാധാനം മേടിച്ചിട്ട് അവരിന് കൊടുക്കാനും ജീവിക്കാനും സാധിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷപരമായ ജീവിതം സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവേൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. ഇങ്ങനൊരു ആന്തരിക നിശബ്ദതയിൽ, ഉള്ളിൻ്റെ ഉള്ളിലൊരു സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിവിടെ നോക്കിയിട്ട് എത്ര പേരാ സന്തോഷത്തോടെ ഇരിക്കുന്നത്? വളരെ വളരെ കൊള്ളാനുള്ള ആൾക്കാരേ ഉള്ളൂ അല്ലേ? സന്തോഷത്തോടെ എപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊന്ന് മാറിക്കിട്ടും, ഇതൊക്കെ ഇതെങ്ങനെയാണ് ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും പേടിക്കേണ്ട. അച്ഛൻ എന്നിവിടെ പറയുന്നില്ലേ, വിശുദ്ധ കുർബാനയിലൂടെയും ആരാധനയിലൂടെയും നമുക്കത് കിട്ടും. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദിവസവും ഒന്ന് വചനം വായിക്കാനായിട്ട് നമുക്കൊന്ന് മനസ്സ് വന്നാൽ നമുക്ക് വചനം വായിക്കാൻ പറ്റും ഇല്ലേ? എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം സങ്കീർത്തനങ്ങളൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം എന്താ പറയുക, അങ്ങനെ ധാരധാരയായിട്ട് വരും. അപ്പോൾ സങ്കീർത്തനങ്ങൾ വായിച്ച് അപ്പം വചനത്തോടൊരു അഭിനിവേശം വരും. പിന്നെ നമുക്ക് വചനം മുഴുവനും വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വചനത്തിലൂടെ നമ്മൾ സമാധാനം കണ്ടെത്താം. വിശുദ്ധ കുർബാനയിലൂടെ സമാധാനം കണ്ടെത്താം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്. ഈശോ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ആ ഈശോയെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ഈശോയോട് സംസാരിക്കാൻ പറ്റണം. ആ ഈശോയെ വന്ന് സ്വീകരിച്ച് പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഈ വ്യക്തി ഈശോയെ സ്വീകരിച്ചിട്ടാണ് പോകുന്നതെന്ന്. നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. നമ്മളൊക്കെ ഈശോയെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ട് പോകുന്നത്? എത്രമാത്രം ഒരുങ്ങിയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈശോനെ സ്വീകരിക്കുന്നത്? ഈ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് പുണ്യാളൻ പഠിപ്പിച്ചതുപോലെ വിദ്വേഷവും വെറുപ്പും ഒന്നും ഉണ്ടാകാതെ വന്നിട്ട് വേണം ഈശോയെ സ്വീകരിക്കാൻ. ആ ഈശോയോട് ചോദിച്ചാലാ നമുക്കെല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈശോയോട് ചോദിച്ച് നമുക്കെല്ലാ അനുഗ്രഹങ്ങളോ മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ട അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതിനുകൊണ്ട് എന്നോട് ഒരിക്കലേ കുടുംബ വിസിറ്റിന് പോകുമ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാഴ്ചയിലാക്കി തകർത്തുകളെയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു വചനം, നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിന് ബാക്കിയുള്ളതിനെയെല്ലാം തകർത്ത് കളയാനായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് ഈശോയോട് മേടിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ സാക്ഷി ഓർക്കുക, വചനം വായിക്കുക, വിശുദ്ധ കുർബാനയിലിരിക്കുന്ന ഈശോയെ തൊട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഈശോ തൊടും, നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ കാണാം എന്ന വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.